കാട്ടാര കിണറ്റിൽ വീണ മലപ്പുറം ഉറങ്ങാട്ടിരിയിൽ നാട്ടുകാരുടെ പ്രതിഷേധമുണ്ടായി. രക്ഷാപ്രവർത്തനത്തിനെത്തിച്ച JCB നാട്ടുകാർ തടഞ്ഞു. ചർച്ചയിൽ ധാരണയായ ശേഷം മാത്രം രക്ഷാപ്രവർത്തനം നടത്തിയാൽ മതി എന്നതാണ് നാട്ടുകാരുടെ നിലപാട്. കാട്ടാരെ മയക്കുവെടി വെച്ച് മറ്റു സ്ഥലത്തേക്ക് കൊണ്ടുപോകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. അരുൺ അമർനാഥാണ് വിവരങ്ങളുമായി. അരുൺ, എന്താണ് നാട്ടുകാരിങ്ങനെ പ്രതിഷേധവുമായി രംഗത്ത് വരാനുള്ള സാഹചര്യം? ഒരു മിണ്ടാപ്രാണിയാണ്, അതിന് ജീവൻ നഷ്ടമാകുമോ എന്ന ആശങ്കയൊക്കെ ഉണ്ട്. അതിനെ രക്ഷിക്കാനുള്ള ശ്രമങ്ങൾ കഴിഞ്ഞ കുറേ മണിക്കൂറുകളായി നടക്കുന്നുവെങ്കിലും കാര്യമായി ഒന്നും ഇതുവരെയും അവിടെ സംഭവിച്ചില്ല എന്നാണ് ഇപ്പോഴത്തെ ആ വിവരങ്ങളും ദൃശ്യങ്ങളും കാണുമ്പോൾ മനസ്സിലാക്കുന്നത്. എന്തുകൊണ്ടാണ് നാട്ടുകാരും ഇപ്പോൾ രംഗത്ത് വരുന്നത്? കാട്ടാന കിണറ്റിൽ വീണ മലപ്പുറം ഉറങ്ങാട്ടിരിയിൽ നാട്ടുകാരുടെ പ്രതിഷേധമുണ്ടായി. അവിടെ നിന്നുള്ള ദൃശ്യം. കിണറ്റിലകപ്പെട്ട കാട്ടാന 14 മണിക്കൂറോളമായി കിണറ്റിൽ തന്നെ തുടരുകയാണ്. ഈ രക്ഷാപ്രവർത്തനത്തിന് നാട്ടുകാർ ഒരു പ്രതിഷേധവും ഉയർത്തിയിരുന്നു. നേരത്തെ തന്നെ വിദഗ്ധ സംഘം എത്തി പരിശോധന നടത്തി മാത്രമേ ഈ കാട്ടാനയെ മയക്കുവെടി വെക്കൂ എന്നാണ് വനം വകുപ്പും അധികൃതരുമെല്ലാം അറിയിച്ചത്. പക്ഷേ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് ആനയെ മാറ്റണം, മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റണം, ഇവിടെ തുറന്നു വിടാൻ പറ്റില്ല എന്നുള്ളതായിരുന്നു നാട്ടുകാരുടെ നിലപാട്. അത്തരത്തിൽ വലിയ രീതിയിലൊരു പ്രതിഷേധം രാവിലെ മുതൽ തന്നെ നാട്ടുകാർ നടത്തുകയും ചെയ്തിരുന്നു. എന്തായാലും ആനയുടെ ആരോഗ്യനിലയാണ് ഇപ്പോൾ പ്രാഥമിക പരിഗണന കൊടുക്കുന്നതെന്ന് വനംവകുപ്പ് നേരത്തെ പറഞ്ഞിരുന്നു. എന്തായാലും മയക്കുവെടി വെക്കുമെന്ന ഉറപ്പും നേരത്തെ നൽകിയിരുന്നു. അങ്ങനെ രക്ഷാപ്രവർത്തനത്തിനായി JCB എത്തിയത് നാട്ടുകാർ തടഞ്ഞു. അത്തരത്തിലൊരു പ്രതിഷേധത്തിലേക്കൊക്കെ കാര്യങ്ങൾ പോവുകയുണ്ടായി. കൃത്യമായ ഒരു ധാരണ ആയാൽ മാത്രമേ രക്ഷാപ്രവർത്തനം ഇനി അനുവദിക്കൂ എന്നൊരു നിലപാട് തന്നെ എടുത്തിരിക്കുകയാണ്. ഇപ്പോൾ വാർഡ് മെമ്പർ ആണ് മാതൃഭൂമി ന്യൂസിനൊപ്പം ചേരുന്നത്. എന്താണ് ഈ നാട്ടുകാരുടെ നിലപാട്? ഞങ്ങൾ രാവിലെ മുതലേ ഒരേ നിലപാടാണ്. ഞങ്ങൾക്ക് ഈ കിണറ്റിൽ വീണ ആനയെ ഇവിടുന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുക എന്നുള്ളതാണ്. ഇവിടെ തന്നെ ഇപ്പം ഫോറസ്റ്റിൻ്റെ നിലപാട് എന്താണെന്ന് വെച്ചാൽ ഈ കിണറിൽ ഇടിച്ച് JCB കൊണ്ട് ഇടിച്ചിട്ട് ഇവിടെ തന്നെ കയറ്റി വിടാന്നുള്ള നിലപാടായിരുന്നു. പക്ഷെ നമ്മൾ ഒരിക്കലും അത് അംഗീകരിക്കാൻ കഴിയില്ല. കാരണം എന്താ വെച്ചാൽ അത്രയ്ക്കും നമ്മൾ ഈ കാട്ടാനകളെ കൊണ്ടും മറ്റു വന്യമൃഗങ്ങളെ കൊണ്ടും പൊറുതിമുട്ടിയിരിക്കുന്ന ഒരു സാഹചര്യമാണ്. കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ തന്നെ നമ്മൾ നിരവധി സമരങ്ങളും മാർച്ചുകളും സംഘടിപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 4 ദിവസം മുമ്പ് കൂടി DF ഓഫീസ് നമ്മൾ മാർച്ച് നടത്തിയിട്ടുണ്ട്. അപ്പോൾ അത്തരം ഒരു സാഹചര്യത്തിൽ നമ്മൾക്ക് അത്രയ്ക്ക് ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് നമ്മൾ ഈ ഒരു കാര്യങ്ങൾ ചെയ്തത്. അല്ലാതെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരോടോ മറ്റാളുകളോടോ ഒന്നും നമുക്ക് യാതൊരു വിരോധവും ഉണ്ടായിട്ടല്ല. അപ്പം ഞങ്ങളുടെ ഈ ഒരു പ്രയാസം മനസ്സിലാക്കിക്കൊണ്ട് ഒരാനയെങ്കിൽ ഒരാന, ഈ ഒരാനയെ ഇവിടുന്ന് നാട് കടത്തണം, ഈ ഒരാന തിരിച്ച് ഞങ്ങൾ ഈ പ്രദേശത്തേക്ക് വന്നിട്ട് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കരുത് എന്നുള്ള ഒരു ഒറ്റ കാര്യം മാത്രമേ ഞങ്ങൾക്ക് രാവിലെ മുതൽ ഈ വൈകുന്നേരം ഇപ്പോഴും പറയാനുള്ളത്. അതിന് വിപരീതമായിട്ട് ചില ആളുകൾ ശരിക്കും പറഞ്ഞാൽ നാട്ടുകാരെയും മറ്റുള്ള ആളുകളെയും കബളിപ്പിച്ചുകൊണ്ട് ഇവിടെ തന്നെ ആനയെ തുറന്നു വിടാം എന്നുള്ള ചില വ്യാമോഹങ്ങൾ ഒക്കെ മനസ്സിൽ കരുതിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഒരിക്കലും ഞങ്ങളത് അനുവദിക്കില്ല. നാട്ടുകാരെ സംഘടിച്ചുകൊണ്ട് അത് തടയുക തന്നെ ചെയ്യുമെന്നാണ് ഒരു അവസരത്തിൽ പറയാനുള്ളത്. ഒരു ഉറപ്പ് കിട്ടിയാൽ മാത്രമേ ഇനി ഇത്ര പ്രതിഷേധത്തിൽ നിന്ന് പിന്മാറുള്ളൂ. അതെ, തീർച്ചയായിട്ടും ഒരു ഉറപ്പ് കിട്ടണം. ഇവർ ഓർഡർ വരണം എന്ന് പറഞ്ഞിട്ട് കുറേ നേരം നമ്മൾക്ക് ഞങ്ങൾ വെയിറ്റ് ചെയ്തിരുന്നു. പക്ഷേ ഓർഡർ വന്ന് വെറ്റിനറി സർജന്മാർ വന്നിട്ട് പരിശോധിച്ചിട്ട് വേണ്ട നടപടി സ്വീകരിക്കും, മയക്കുവെടി വെക്കേണ്ടതാണെങ്കിൽ വെക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇവിടുന്ന് മാറ്റാം എന്നുള്ള ഒരു സംഗതി മാത്രം ഇപ്പോഴും പറയുന്നില്ല. ആ ഒരു ഓപ്ഷൻ മാത്രം പറയുന്നില്ല. അതാണ് ഞങ്ങളുടെ ഒരു പ്രയാസം. അതെ, അത്തരത്തിലൊരു ഉറപ്പ് ലഭിച്ചാൽ മാത്രമേ ഈ പ്രതിഷേധത്തിൽ നിന്ന് പിന്നോട്ട് പോകൂ എന്നാണ് നാട്ടുകാരുടെ നിലപാട്. കാരണം പതിവായി കാട്ടാന ആക്രമണം ഇവിടെ തുടർക്കഥയാകുന്ന ഒരു സാഹചര്യമുണ്ട്. അത്തരത്തിലാണ് ഈ നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തുന്നത്. ഇനി പിന്നോട്ടില്ലെന്ന നിലപാട് നാട്ടുകാർ എടുക്കുന്നു. എന്തായാലും ഈ കാട്ടാന ഈ കിണറ്റിൽ കുടുങ്ങിയിട്ട് 15 മണിക്കൂറിലേക്ക് അടുക്കുകയാണ്. അപ്പോഴും യാതൊരുവിധ പുരോഗതിയും രക്ഷാപ്രവർത്തനത്തിന് ഉണ്ടാകുന്നില്ല എന്നുള്ളത് കൂടിയാണ്. നാട്ടുകാരുടെ പ്രതിഷേധമാണ് അവിടെ ഉണ്ടായത്. വളരെ വേഗത്തിൽ തന്നെ ഇടപെടൽ ഉണ്ടാകണമെന്ന ആവശ്യമാണ്. ചർച്ചയിൽ ഒരു പൊതുധാരണ ഉണ്ടാകണം, അതിനുശേഷം മാത്രം രക്ഷാപ്രവർത്തനം നടത്തിയാൽ മതി നിലപാടിലാണ് നാട്ടുകാർ. അതേസമയം മയക്കുവെടി വെച്ച് അവിടുന്ന് മാറ്റാനുള്ള ശ്രമങ്ങളുമായി വനം വകുപ്പ് മുന്നോട്ട് പോകുന്നു. അരുൺ അമൃതനാഥാണ് വിവരങ്ങൾ നൽകിയത്.